So next is prefabricated construction. Prefabricated construction. The term precast concrete or prefabricated concrete is applied to individual concrete units or members which are cast in separate forms before they are placed in the structure. ഈ prefabricated construction നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. Precast concrete or prefabricated concrete. Precast or prefabricated concrete. എന്ന് വെച്ചാൽ എന്താണ്? They are cast in separate forms before they are placed in the structure. So precast അല്ലെങ്കിൽ prefabricated concrete എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഫോംസിൽ അതിനെ കാസ്റ്റ് ചെയ്തിട്ട് പിന്നെ ആ സ്ട്രക്ചറിലോട്ട് പ്ലേസ് ചെയ്യും. സ്ട്രക്ചറിൽ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ അതിനെ സെപ്പറേറ്റ് ഫോംസിൽ വേറെ കാസ്റ്റ് ചെയ്യും. കാസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെയാണ് സ്ട്രക്ചറിൽ പ്ലേസ് ചെയ്യുന്നത്. So that's about precast or prefabricated concrete. This is contrast to cast in situ concrete members which are cast or poured in the forms prepared for occupying the final position in the structure. അതായത് ഈ കാസ്റ്റ് ഇൻ സിറ്റു സ്ട്രക്ചേഴ്സ് ഉണ്ട്, കാസ്റ്റ് ഇൻ സിറ്റു കോൺക്രീറ്റ് ഉണ്ട്. കാസ്റ്റ് ഇൻ സിറ്റു കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ പോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ തന്നെ കാസ്റ്റ് ചെയ്യും. അതായത് സ്ട്രക്ചറിൽ എവിടെയാണോ നമ്മൾ ഫൈനൽ പൊസിഷൻ അവിടെ തന്നെ കാസ്റ്റ് ചെയ്യുന്നതാണ് കാസ്റ്റ് ഇൻ സിറ്റു. പ്രീകാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സ്ട്രക്ചർ എവിടെയാണോ അവിടെ വെക്കുന്നതിന് മുമ്പേ പ്രത്യേകം അതിനെ കാസ്റ്റ് ചെയ്തുകൊണ്ട് വരും. സോ precast members are cast at the building site or at a casting yard located some distance away from the structure in which they are to be used. So precast അല്ലെങ്കിൽ prefabricated concrete എന്ന് പറയുന്നത് പ്ലേസ് ചെയ്യുന്നതിന് മുമ്പേ സെപ്പറേറ്റ് ആയിട്ട് കാസ്റ്റ് ചെയ്യും. ഇത് നമുക്ക് എവിടെ കാസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ പറഞ്ഞത്. ഒന്നെങ്കിൽ നമ്മുടെ അതേ സൈറ്റിൽ തന്നെ കാസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യേണ്ടത് അതിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാറിയുള്ള കാസ്റ്റിംഗ് യാർഡിലും കാസ്റ്റ് ചെയ്യാം. സോ ഇത് എവിടെയൊക്കെ കാസ്റ്റ് ചെയ്യുന്നു? കാസ്റ്റ് at the site or at casting yard. ഒന്നെങ്കിൽ നമ്മുടെ സൈറ്റിൽ തന്നെ കാസ്റ്റ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ സൈറ്റിൽ നിന്ന് മാറി കുറച്ച് ഡിസ്റ്റൻസിലുള്ള കാസ്റ്റിംഗ് യാർഡിൽ കാസ്റ്റ് ചെയ്യാം. സോ കാസ്റ്റിംഗ് യാർഡിൽ കാസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്? They are transported to the site of the structure by truck or some other means and finally placed in position by cranes or other devices. ഇപ്പോൾ കാസ്റ്റിംഗ് യാർഡിലാണ് കാസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒബ്വിയസ്ലി നമുക്കതിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം. അതായത് കാസ്റ്റിംഗ് യാർഡിൽ നിന്ന് ബിൽഡിംഗ് സൈറ്റിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണം. സോ കാസ്റ്റിംഗ് യാർഡിൽ നിന്ന് ബിൽഡിംഗ് സൈറ്റിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ട്രക്സിൻ്റെ ഒക്കെ സഹായം വേണം. അത് കഴിഞ്ഞ് ക്രെയിൻ എന്തെങ്കിലും ഉപയോഗിച്ചായിരിക്കും അതിനെ പൊസിഷനിൽ പ്ലേസ് ചെയ്യുന്നത്. അതായത് ആ സ്ട്രക്ചറിനെ എവിടെ പ്ലേസ് ചെയ്യണോ അവിടെ ക്രെയിൻ അല്ലെങ്കിൽ അതുപോലുള്ള ഹെവി എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. Now, hollow concrete blocks are the simplest form of precast units and are being increasingly used for load-bearing interior and exterior walls. So, precast units ന്റെ വലിയ ഒരു എക്സാമ്പിൾ ആണ് hollow concrete blocks. They are the simplest form of precast units and hollow bricks എന്ന് പറയുന്നത് hollow concrete blocks ആണ് simplest form of precast units and it is widely used for load bearing interior and exterior
walls. ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ലോഡ് ബെയറിംഗ് വാൾസിൽ. അത് ഇന്റീരിയർ ആകാം, എക്സ്റ്റീരിയർ ആകാം. സോ ഹോളോ കോൺക്രീറ്റ് ബ്ലോക്സ് പറയുന്നതാണ് സിംപ്ലസ്റ്റ് പ്രീകാസ്റ്റ് അല്ലെങ്കിൽ പ്രീ ഫാബ്രിക്കേറ്റഡ് യൂണിറ്റ്. അത് ഇപ്പൊ നമ്മൾ ലോഡ് ബെയറിംഗ് വാൾസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ലോഡ് ബെയറിംഗ് വാൾസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഐദർ ഇന്റീരിയർ വാൾ ഓർ exterior wall. Now, some of the other members which are generally precast are fencing posts, where examples? Fencing posts, joists, beams, girders, columns, floor and roof slab, etc. ഇതൊക്കെയാണ് ജനറൽ prefabricated units. Fencing posts, joists, beams, girders, columns, floor and roof slab, etc. So these are not very heavy and they do not cause much difficulty while handling, transporting and erecting them in position. ഈ എഴുതിയിരിക്കുന്ന prefabricated units ഒക്കെ വളരെ ഹെവി അല്ലാത്തതുകൊണ്ട് തന്നെ അതിനെ ഹാൻഡിൽ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും പൊസിഷനിലോട്ട് ഇറക്ട് ചെയ്യാനും അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. These units are becoming popular in India due to rapidity, erection, high durability and economy. എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും പോപ്പുലാരിറ്റി വരാൻ കാര്യം? Due to rapidity in erection, high durability and economy. Rapidity in erection, high durability and economy. So ഇന്ത്യയിലെ ഈ prefabricated units ഇത്രയും പോപ്പുലർ ആവാനുള്ള കാരണം due to rapidity in erection, high durability and economy. Now let us see what is the process of precast construction. Precast construction ന്റെ പ്രോസസ് എന്താണെന്ന് നോക്കാം. ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് molds which may be used of steel or timber are prepared to the size and shape of precast unit to be manufactured. So അതിന്റെ പ്രോസസ് എങ്ങനെയാണെന്ന് നോക്കാം. First one, steel or timber molds to the size and shape of precast unit to be manufactured. Precast unit are prepared. So first step എന്താണ്? Precast യൂണിറ്റിന്റെ ഷേപ്പിലും എന്ത് പ്രീകാസ്റ്റ് യൂണിറ്റ് ആണോ നമുക്ക് മാനുഫാക്ചർ ചെയ്യേണ്ടത് അതിന്റെ ഷേപ്പും സൈസിലും ഉള്ള സ്റ്റീൽ കൊണ്ടോ അല്ലെങ്കിൽ ടിമ്പർ കൊണ്ടോ ഉണ്ടാക്കിയ മോൾഡ് ആണ് ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് reinforcement if any is suitably placed in the mold as per design requirements. Second step എന്ന് പറഞ്ഞാൽ reinforcement is placed inside the mold. Reinforcement എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ as per design requirement മോൾഡിനകത്ത് പ്ലേസ് ചെയ്യുന്നു. Now third step is concrete of desired proportion is mixed and placed in the mold. Concrete is
mixed and placed in the mold. അതായത് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന മിക്സ് പ്രൊപ്പോർഷനിൽ കോൺക്രീറ്റ് മിക്സ് ചെയ്തെടുത്തിട്ട് മോൾഡിനകത്ത് പ്ലേസ് ചെയ്യും. കോൺക്രീറ്റ് മിക്സ് ചെയ്യാൻ മെക്കാനിക്കൽ മിക്സർ യൂസ് ചെയ്യും. Now, fourth is for better quality production, the mix is compacted in the molds by imparting vibrations to operated machine. So, എന്താണ് fourth step? For better quality production, നല്ല ക്വാളിറ്റി അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രീ ഫാബ്രിക്കേറ്റഡ് യൂണിറ്റിന് നല്ല ക്വാളിറ്റി ഉണ്ടാവാൻ വേണ്ടി കോൺക്രീറ്റ് മോൾഡിൽ പ്ലേസ് ചെയ്തതിന് ശേഷം അതിനെ മോൾഡിൽ വെച്ചുകൊണ്ട് തന്നെ, അതായത് കോൺക്രീറ്റ് മിക്സിനെ മോൾഡിൽ വെച്ചുകൊണ്ട് തന്നെ കോമ്പാക്ട് ചെയ്യും. Compaction of mix in the mold. മോൾഡിൽ വെച്ചുകൊണ്ട് തന്നെ മിക്സിനെ കോമ്പാക്ട് ചെയ്യും. അതാണ് ഫോർത്ത് സ്റ്റെപ്പ്. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് the prefabric or precast products are finally cured and dried for sufficient time under favorable climatic condition. Curing and drying. അതായത് പ്രീകാസ്റ്റ് യൂണിറ്റിനെ ഫേവറബിൾ ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ ക്യൂർ ചെയ്യുകയും ഡ്രൈ ചെയ്യുകയും ചെയ്യും ഫോർ സഫിഷ്യൻറ്റ് ടൈം. ആവശ്യമുള്ള സമയത്തിന് ഫേവറബിൾ ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രീകാസ്റ്റ് പ്രൊഡക്ട്സിനെ ഫൈനലി എന്ത് ചെയ്യും? ക്യൂർ ചെയ്യുകയും ഡ്രൈ ചെയ്യുകയും ചെയ്യും. സോ ദീസ് ആർ ദ 5 steps ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് പ്രീകാസ്റ്റ് കൺസ്ട്രക്ഷൻ. പ്രീകാസ്റ്റ് കൺസ്ട്രക്ഷനിൽ വരുന്ന 5 steps ആണ് ഇപ്പോൾ കണ്ടത്. Next, let us see what are the advantages. Advantages എന്താണ് നോക്കാം. First, since precast units are manufactured in factories, their quality control standards are high. Factory manufactured ആകുമ്പോൾ high quality control standards. ഫാക്ടറി മാനുഫാക്ചർ ചെയ്യുന്നത് ക്വാളിറ്റി കൺട്രോൾ സ്റ്റാൻഡേർഡ്സ് ഹൈ ആയിരിക്കും. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. സെക്കൻഡ് ഇസ് ദേ ആർ ചീപ്പർ. Since they are manufactured in large numbers, they are cheaper. Prefabricated units എന്താണ് ഒത്തിരി നമ്പറിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യും. അതുകൊണ്ട് തന്നെ അത് വളരെ ചീപ്പാണ്. The third advantage is the time required for construction at site is reduced. Construction time at site is reduced. സൈറ്റിൽ വേണ്ടി വരുന്ന കൺസ്ട്രക്ഷൻ ടൈം കുറയും. കാരണം നമ്മളിത് സൈറ്റിൽ കാസ്റ്റ് ചെയ്യാൻ ആണെങ്കിൽ കാസ്റ്റിങ്ങിൻ്റെയും കൂടെ കാസ്റ്റ് ചെയ്ത് സെറ്റ് ആവുന്ന ടൈമും കൂടെ എടുക്കും. ഇത് നമ്മൾ വേറെ കാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് സൈറ്റിൽ വരുന്ന കൺസ്ട്രക്ഷൻ ടൈം കുറയും. ഫോർത്ത് ഇസ് ദ നീഡ് ഓഫ് സ്റ്റോറിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് വേരിയസ് ingredients of concrete for cast in situ work is eliminated. Storing and transporting
concrete ingredients. Storing and transporting concrete ingredients is eliminated. അതായത് സൈറ്റിൽ തന്നെ കാസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കോൺക്രീറ്റിന്റെ പല പല ഇൻഗ്രീഡിയൻസിനെ സ്റ്റോർ ചെയ്യുകയും ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ പ്രീ ഫാബ്രിക്കേറ്റഡ് യൂസ് ചെയ്യുവാണെങ്കിൽ കാസ്റ്റ് ഇൻ സിറ്റു ചെയ്യുമ്പോൾ സ്റ്റോർ ചെയ്യുകയും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടത് നമുക്ക് ഒഴിവാക്കാം. പ്രീ ഫാബ്രിക്കേറ്റഡ് ആകുമ്പോൾ പിന്നെ നമ്മൾ അത് സ്റ്റോർ ചെയ്യാനും ഇൻഗ്രീഡിയൻസ് സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനുമുള്ള പരിപാടിയൊന്നും നോക്കണ്ട. Fifth is building erection work can be done with greater speed. Erection of building at greater speed. അതായത് പ്രീ ഫാബ്രിക്കേറ്റ് കൺസ്ട്രക്ഷനകത്ത് ബിൽഡിങ്ങിന്റെ ഇറക്ഷൻ നമുക്ക് വേഗത്തിൽ ചെയ്തെടുക്കാം. Next advantage is precast units can be prepared in all weather conditions. പ്രീകാസ്റ്റ് യൂണിറ്റ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ അതിന്റെ കൺസ്ട്രക്ഷനെ അല്ലെങ്കിൽ അതിന്റെ പ്രിപ്പറേഷനെ വെതർ അഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം യാർഡിനകത്താവുമ്പോൾ നമുക്ക് ഏത് വെതറിലും അത് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് കൺസ്ട്രക്ഷൻ വർക്ക് ക്യാൻ ബി കംപ്ലീറ്റഡ് ഇൻ ഓൾ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് വിത്ത് ഫ്യൂവർ റെസ്ട്രിക്ഷൻസ്. കൺസ്ട്രക്ഷൻ completed in all climatic conditions. അത് തന്നെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് എങ്ങനെയാണെങ്കിലും നമുക്ക് പ്രീകാസ്റ്റ് യൂണിറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ക്ലൈമാറ്റിക് കണ്ടീഷനിലും കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അതിൽ വരുന്ന റെസ്ട്രിക്ഷൻസും വളരെ കുറവായിരിക്കും. Now, last advantage is expense involved in scaffold and formwork is eliminated. സ്കാഫോൾഡിങ്ങിനും ഫോം വർക്കിനും വേണ്ടിയുള്ള എക്സ്പെൻസസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാം. So these are the advantages of prefabricated units or precast units. Now disadvantages. ഇത്രയും അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. First disadvantage is handling, transportation and placing of precast units, particularly of large size, requires special equipments. എന്താണ്? Handling, transportation and placing. അതിനൊക്കെ എന്ത് വേണം? സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് വേണം. സ്പെഷ്യൽ പ്രീകാസ്റ്റ് യൂണിറ്റ്സിനെ ഹാൻഡിൽ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും പ്ലേസ് ചെയ്യാനും, പ്രത്യേകിച്ച് വലിയ യൂണിറ്റ്സ് ഒക്കെ ആണെങ്കിൽ അതിന് സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് വേണം. നോ വേറൊരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഹാൻഡിൽ ചെയ്യുകയും ട്രാൻസ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പോസിബിലിറ്റി ഓഫ് ഡാമേജ് while handling or transporting. അതിനെ ഹാൻഡിൽ ചെയ്യുകയും ട്രാൻസ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. Then a large amount of resources must be invested initially to set up precast concrete plant. So precast concrete plant, ഇതിന്റെ plant setup ചെയ്യാൻ, plant setup requires large amount of resources. So precast fabrication മുമ്പ് precast plant setup ചെയ്യണം, precast concrete plants setup ചെയ്യണം. അത് ഇനീഷ്യലി സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ഒരുപാട് റിസോഴ്സസ്
വേണ്ടി വരുന്നു. Now, next is when assembling of precast concrete structures, connection between components must be supervised and done correctly. Connections must be supervised and done correctly. അതാണ് ലാസ്റ്റ് ഡിസ്അഡ്വാൻറ്റേജ്. അതായത് പ്രീകാസ്റ്റ് യൂണിറ്റ്സിനെ നമ്മൾ പ്രീകാസ്റ്റ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിനെ അസംബിൾ ചെയ്യുന്ന സമയത്ത് കമ്പോണൻസിന്റെ ഇടയിൽ വരുന്ന കണക്ഷൻസ് ഒക്കെ വളരെ ശ്രദ്ധിച്ച് സൂപ്പർവൈസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ചെയ്യണം. സോ ദീസ് ആർ ദി ഡിസ്അഡ്വാൻറ്റേജസ്. സോ പ്രീ ഫാബ്രിക്കേറ്റഡ് കൺസ്ട്രക്ഷനകത്ത് 8 advantages and 4 disadvantages.